ദാക്ഷായണി PSC ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം, ഭരണഘടന എന്ന പദം ഉരുത്തിരിഞ്ഞത് ഏത് വേർഡിൽ നിന്നാണ്? ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഏതാണ്? ലാറ്റിൻ വേർഡായ കോൺസ്റ്റിറ്റ്യൂർ എന്ന വേർഡിൽ നിന്നാണ് ഏത് പദം ഉരുത്തിരിഞ്ഞത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉരുത്തിരിഞ്ഞത്. The term constitution was derived from the Latin word constituere. Constituere means to establish. ചോദിച്ചിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഏത് വേർഡിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ഏത് വേർഡാ? ലാറ്റിൻ വേർഡ്. ഏത് ലാറ്റിൻ വേർഡാ? കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ വേർഡ്. വിച്ച് മീൻസ് എന്താണ്? ടു എസ്റ്റാബ്ലിഷ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഭരണഘടന? എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? PSC ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്താണ് ഭരണഘടന എന്ന്. PSC ഒരിക്കലും ചോദിച്ചിട്ടില്ല. എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക എന്താണ് ഭരണഘടന എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിത നമുക്ക് എന്ന് വിളിക്കാം? ആ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് വിളിക്കാം. ഫണ്ടമെന്റൽ ലോ. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിത നമുക്ക് എന്ന് വിളിക്കാം? ആ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് വിളിക്കാം. ആ രാജ്യത്ത് ഏതൊരു നിയമം എസ്റ്റാബ്ലിഷ് ചെയ്താലും അത് എന്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കണം? ആ രാജ്യത്തിന്റെ ഭരണഘടനയെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കണം. സുപ്പീരിയർ ദാൻ എനി അതർ ലോ. മറ്റെല്ലാ നിയമക്കാട്ടും എന്താണ് സുപ്രീം എന്ന് പറയുന്നത്? എന്താണ്? ആ രാജ്യത്തിന്റെ ഭരണഘടന ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഭരണഘടന എന്താണെന്ന് പഠിച്ചു. ഇനി എത്ര തരം ഭരണഘടനയുണ്ട്? ഭരണഘടന രണ്ട് തരമുണ്ട്. ഏതൊക്കെയാണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് എഴുതപ്പെട്ട ഭരണഘടന. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെടാത്ത ഭരണഘടന. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഭരണഘടനയും എഴുതപ്പെടാത്ത ഭരണഘടനയും. ഓക്കെ ആണല്ലോ. ഇനി എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് നമുക്ക് എക്സാമ്പിൾ നോക്കാം. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ആദ്യം തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ്. USA, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ലോകത്തിലെ വേൾഡിൽ തന്നെ മെജോറിറ്റി കൺട്രീസിലും എന്താണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കുറേ ഉണ്ട്, നമ്മൾ തൽക്കാലം ഇത്രയും മതി. സ്കൂൾ ടെസ്റ്റിൽ ഇത്രയും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം ഇന്ത്യ, USA, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇത് ഇത്രയുമാണ് ഇത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന് എക്സാമ്പിൾ. ഏതൊക്കെയാണ്? ഇന്ത്യ, USA, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, എക്സെട്ര. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെടാത്ത ഭരണഘടന. ഏതൊക്കെ രാജ്യം നമുക്ക് നോക്കാം? ബ്രിട്ടനിൽ എഴുതപ്പെടാത്ത അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കാനഡയിൽ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫ്രാൻസിൽ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ന്യൂസിലാൻഡിൽ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പം അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചെയ്തേക്കാണ്? ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. ഓക്കെ ആണല്ലോ. ഇനി PSC ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും, താഴെ പറയുന്നവയിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടാത്തത് ഏത്? അങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ത്യ, USA, ബ്രസീൽ, ഇവിടുന്ന് കാനഡയോ ബ്രിട്ടൻ അതെയും എന്ത് ചെയ്യുക? ബ്രിട്ടൻ കാനഡ തരുന്ന വെച്ചാൽ അത് കറുപ്പിക്കുക. അല്ലെങ്കിൽ ചോദിക്കാം അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ ഏത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇത് മൂന്നാം തരും, അതായത് ഇന്ത്യ, USA, ബ്രസീൽ, ബ്രിട്ടൻ തരും, നമ്മൾ ഇത് കറുപ്പിക്കുക, ബ്രിട്ടൻ കറുപ്പിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം റിട്ടണും അൺറിട്ടണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പം എഴുതപ്പെട്ട ഭരണഘടന, എഴുതപ്പെടാത്ത ഭരണഘടന. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും പഠിച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യമാണ്? അത് USA ആണ്. യുഎസ്എയുടേതാണ് ഇത് ഏറ്റവും പഴക്കം ചെന്ന എഴുതപ്പെട്ട ഭരണഘടന. അപ്പൊ ചോദിക്കാം സ്മോളസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അതും എന്ത് തന്നെയാണ്? അതും ഈ പറയുന്ന USA തന്നെയാണ്. അപ്പം ഓൾഡസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഏതാണ്? അത് USA ആണ്. USA കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ ആണല്ലോ. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന എന്ന് വെച്ചാൽ ഏതാണ്? അത് USA ആണ്. ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഭരണഘടന ഏതാണെന്ന് വെച്ചാൽ ഏതിനാണ്? അത് USA ആണ്. ഓക്കെ ആണല്ലോ. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാ 1789 എന്ത് ചെയ്യുന്നത്? അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാ? ജെയിംസ് മാഡിസൺ. ആരാണ്?
ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ ആണ് ഇത് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓൾഡസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? അമേരിക്കയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന ഏത് രാജ്യത്തിൻ്റെയാണ്? അത് US-ലാണ്. യു എസ് ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ് 1789. US ഭരണഘടനയുടെ ശില്പി ആരാണെന്ന് വെച്ചാലാണ് ജെയിംസ് മാഡിസൺ ആണ്. ഈ പറയുന്ന US കോൺസ്റ്റിറ്റ്യൂഷനിൽ ആകെ എത്ര ആർട്ടിക്കിൾ ഉണ്ട് എന്ന് വെച്ചാൽ എത്രയാണ്? 7 ആർട്ടിക്കിളാണുള്ളത്. 7 അനുച്ഛേദങ്ങളാണ് ഉള്ളത്. 7 ആർട്ടിക്കിളാണ് US കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ. അപ്പം ഓൾഡസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ USA. അപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് രാജ്യത്തിൻ്റെതാണ്? അത് നമ്മുടെ ഇന്ത്യയുടേതാണ്. അത് നമ്മുടെ ഇന്ത്യയുടെ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെയാ? അത് നമ്മുടേതാണ്, ഇന്ത്യയുടേതാണ്. അപ്പൊ ചോദിക്കാം, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? അതും ഇന്ത്യയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, രണ്ടും ഏതാണ്? രണ്ടും ഇന്ത്യയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ലോകത്തിലെ തന്നെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം, ലോകത്തിൽ തന്നെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം, ഫസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്, ഫസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് ഏതാണ്? ഗ്രീസ് ആണ്. ഏതാണ്? ഗ്രീസ് ആണ്. ലോകത്തിൽ തന്നെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസ് ആണ്. അതുകൊണ്ട് ഗ്രീസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിളിക്കുന്നു. ക്രാഡിൽ ഓഫ് ഡെമോക്രസി. ക്രാഡിൽ ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് എന്തിനെ വിളിക്കുന്നു? ഗ്രീസിനെ വിളിക്കുന്നു. ഫസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് ഏതാണ്? ഗ്രീസ്. അതുകൊണ്ട് ഗ്രീസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ക്രാഡിൽ ഓഫ് ഡെമോക്രസി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി, പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്ന് വിളിക്കുന്നു. ഏതാണ്? ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി. ഇത് രാജ്യമാണ്? രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. സ്വിറ്റ്സർലൻഡ് ആണ് ഇത് ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി, പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം. എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ? അവിടെ നിയമങ്ങളും പോളിസീസും ഒക്കെ ജനങ്ങൾ നേരിട്ടാണ്, പീപ്പിൾസ് നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പോളിസീസും നിയമങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത്. എന്നാൽ ഇന്ത്യ എന്താണ്? ഇന്ത്യയിൽ ഡയറക്റ്റ് ഡെമോക്രസി ഇല്ല. ഇന്ത്യയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ പ്രതിനിധികളാണ് ഇത് നിയമം നിർമ്മിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് അറിയപ്പെടുന്ന ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. സ്വിറ്റ്സർലൻഡ് ആണ് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്ന് അറിയപ്പെടുന്നു. അടുത്തത് മദർ ഓഫ് പാർലമെന്റ്, പാർലമെന്റുകളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഏത് രാജ്യമാണ്? അത് ബ്രിട്ടൻ ആണ്. അത് ബ്രിട്ടൻ ആണ്. മദർ ഓഫ് പാർലമെന്റ് ഏതാണ്? ബ്രിട്ടൻ ആണ്. ഇനി അടുത്ത ബൈബിൾ ഓഫ് മോഡേൺ ഡെമോക്രസി. ബൈബിൾ ഓഫ് മോഡേൺ ഡെമോക്രസി. ബൈബിൾ ഓഫ് മോഡേൺ ഡെമോക്രസി അതൊരു ബുക്കാണ്, ഒരു ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റിന്റെ പേരാണ് സോഷ്യൽ കോൺട്രാക്ട്. ഏതാണ്? സോഷ്യൽ കോൺട്രാക്ട്. PSC ചോദിച്ചിട്ടില്ല ബൈബിൾ ഓഫ് മോഡേൺ ഡെമോക്രസി എന്ന ചോദ്യം PSC ഇതുവരെ ചോദിച്ചില്ല. എന്നാൽ ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ കോൺട്രാക്ട് എന്ന ബുക്ക് എഴുതിയതാര്? സോഷ്യൽ കോൺട്രാക്ട് എന്ന ബുക്ക് എഴുതിയതാര്? ആരാണ്? മറ്റാരുമല്ല, റൂസോയാണ്. ആരാണ്? റൂസോയാണ്. ഓക്കെ ആണല്ലോ. അപ്പം ബൈബിൾ ഓഫ് മോഡേൺ ഡെമോക്രസി എന്ന് പറയുന്നത് ഏതാണ്? സോഷ്യൽ കോൺട്രാക്ട് ആണ്. എന്നാൽ ആ ബുക്ക് എഴുതിയതാണെന്ന് PSC ചോദിച്ചത്. ആരാ എഴുതിയത്? റൂസോയാണ് എഴുതിയത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഒന്ന് നോക്കാം. ഓൾഡസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? USA ആണ്. US കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1789 ആണ്. US കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. US കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ടെന്ന് വെച്ചാൽ, എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ എത്ര എന്ന് പറയാം? 7 എന്ന് പറയാം. ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലാർജസ്റ്റ് ഡെമോക്രസി. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് വെച്ചതാണ്? അത് ഇന്ത്യയാണ്. ഫസ്റ്റ് ഡെമോക്രസി, ലോകത്തിൽ തന്നെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം എന്ന് വെച്ചതാണ്? ഗ്രീസ്. അതുകൊണ്ട് ഗ്രീസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ക്രാഡിൽ ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി, പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്ന് വിളിക്കുന്നത് ഇതിനെയാ? സ്വിറ്റ്സർലൻഡിനെ. ഡയറക്റ്റ് ഡെമോക്രസി. ഓക്കെ ആണല്ലോ. മദർ ഓഫ് പാർലമെന്റ്, പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിളിക്കുന്നു ഏത് രാജ്യത്തെ? ബ്രിട്ടനെ വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി ബൈബിൾ ഓഫ് മോഡേൺ ഡെമോക്രസി. ബൈബിൾ ഓഫ് മോഡേൺ ഡെമോക്രസി അതൊരു ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റിന്റെ പേരാണ് ഇത് സോഷ്യൽ കോൺട്രാക്ട്. സോഷ്യൽ കോൺട്രാക്ട് എന്ന ടെക്സ്റ്റ് എഴുതിയതാണ് റൂസോ. PSC റിപ്പീറ്റഡ് ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അത്രയും പോയിന്റ് പറഞ്ഞു. ഇനി നമുക്കൊരു 3 ഒബ്ജക്റ്റുകൾ നോക്കാം. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ലോ മേക്കർ ഇൻ ദ വേൾഡ്, ലോകത്തിലാദ്യമായിട്ട് നിയമം നിർമ്മിച്ച വ്യക്തി, ലോകത്തിലാദ്യമായിട്ടൊരു നിയമസംഹിത എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാന്ന് വെച്ചാൽ ഫസ്റ്റ് ലോ മേക്കർ ഇൻ ദ വേൾഡ് ഹമ്മുറാബിയാണ്. ആരാണ്? ഹമ്മുറാബി. ഹമ്മുറാബി ആരാണ്? ഹമ്മുറാബി. ലോകത്തിലാദ്യമായിട്ട് നിയമം എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ആര്? ഹമ്മുറാബി. അദ്ദേഹം എഴുതിയുണ്ടാക്കിയ ആ നിയമസംഹിത ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹമ്മുറാബി നിയമസംഹിത അല്ലെങ്കിൽ ഹമ്മുറാബി കോഡ്. ഏതാണ്? ഹമ്മുറാബി കോഡ്. ഹമ്മുറാബി കോഡ്.
ഈ ഹമ്രാബി കോഡിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ UAE അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളിൽ പറയത്തില്ലേ, കണ്ണിന് കണ്ണ് ചൂണ്ടെടുത്താൽ എന്ത് ചെയ്യും, തിരിച്ച് അവൻ്റെ കണ്ണ് ചൂണ്ടെടുക്കുക. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഓക്കെ ആണല്ലോ. അപ്പം ലോകത്തിലാദ്യമായിട്ട് നിയമം നിർമ്മിച്ച വ്യക്തിയാണ് അത് ഹമ്രാബിയാണ്. അദ്ദേഹം എഴുതിയുണ്ടാക്കിയ നിയമമാണിത്, ഹമ്രാബി കോഡ്. ഫസ്റ്റ് ലോ മേക്കർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു നിയമം എഴുതിയിറക്കിയ വ്യക്തിയാണെന്ന് വെച്ചിട്ടാണ് അത് മനുവാണ്. മനുസ്മൃതി വായിച്ചിട്ടില്ലേ മനുസ്മൃതി? അപ്പം മനുസ്മൃതി എന്ന പുസ്തകം അതാണ് ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യത്തെ ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്ക്. അത് എഴുതിയിറക്കിയ ആരാണ്? അത് മനുവാണ്. മോഡേൺ മനു എന്ന് അറിയപ്പെടുന്ന ആരാണ്? അത് നമ്മുടെ BR അംബേദ്കറാണ്. ഓക്കെ ആണല്ലോ. അപ്പം 3 പോയിന്റ്. ഫസ്റ്റ് ലോ മേക്കർ ഇൻ ദ വേൾഡ്, ലോകത്തിലാദ്യമായിട്ട് നിയമം നിർമ്മിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ഹമ്രാബിയാണ്. അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ നിയമമാണ് എന്ന് പറയുന്നത് ഹമ്രാബി കോഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോ മേക്കർ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ആരാണ്? അത് മനുവാണ്. മനു എഴുത്തിറക്കിയാണിത് മനുസ്മൃതി. മോഡേൺ മനു എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 2 പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാ? ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലാർജസ്റ്റ് ഡെമോക്രസി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും. ഓക്കെ ആണല്ലോ. ഈ ഒരു 6 ക്വസ്റ്റ്യൻ കണ്ടോ. ഈ ഒരു 6 ക്വസ്റ്റ്യൻ PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 6 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ ഉണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് അഡോപ്റ്റഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതാണ്? ദ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് അഡോപ്റ്റഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഈ പറയുന്ന ഏത് തരം ഗവൺമെന്റ് ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? ഏതൊരു ഗവൺമെന്റാ? ഏതാണ്? പാർലമെന്റ്. ഏതാണ്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഇന്ത്യയുടെ പാർലമെന്റ്. The type of government adopted in the Indian Constitution ഏതാണ്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. അതായത് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? രാജ്യസഭ, ലോക്സഭ, പ്രസിഡന്റ്. അതായത് ഒരു ബില്ല് നിയമമാകണമെങ്കിൽ രാജ്യസഭ പാസ്സാക്കണം, ലോക്സഭ പാസ്സാക്കണം, പിന്നെ ഇതിനും പ്രസിഡന്റ് സൈൻ ചെയ്യണം. അപ്പൊ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഏതൊരു ഗവൺമെന്റ് ആണ്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അടുത്ത ചോദ്യം, ദ ലെജിസ്ലേച്ചർ ഓഫ് ഇന്ത്യ ഈസ് കാൾഡ്. ഇന്ത്യയുടെ ഈ പറയുന്ന നിയമനിർമ്മാണ സഭയെ ലെജിസ്ലേച്ചറിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു, അല്ലെ എന്ത് പേരിട്ട് വിളിക്കും? എന്ത് പേരാ? ഒന്നുമില്ല, ഇത് തന്നെ. ഏതാ? പാർലമെന്റ്. ഇന്ത്യയുടെ നിർമ്മാണ സഭയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ദ ലെജിസ്ലേച്ചർ ഓഫ് ഇന്ത്യ ഈസ് കാൾഡ് എന്താ? പാർലമെന്റ്. ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭയുടെ പ്രൈമറി ഡ്യൂട്ടി എന്താണ്? പ്രധാന ജോലി എന്താണ്? ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ ലെജിസ്ലേച്ചർ, നമ്മുടെ നിയമനിർമ്മാണ സഭയുടെ പ്രധാന ഡ്യൂട്ടി എന്താണ്? ലോ മേക്കിംഗ്. എന്താണ്? ലോ മേക്കിംഗ്, നിയമം നിർമ്മിക്കുക. ലോ മേക്കിംഗ് നേരിട്ട് പറഞ്ഞല്ലോ. അതായത് നമ്മുടെ പാർലമെന്റ്, നമ്മുടെ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെന്റിന്റെ ജോലി എന്താന്ന് വെച്ചാൽ എന്താണ്? അവിടെ പോയി അടിയുണ്ടാക്കുകയല്ല. എന്താണ്? നിയമം നിർമ്മിക്കുകയാണ്. അതായത് രാജ്യസഭ പാസ്സാക്കുന്നു, ഒരു ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നു, അതിന് ലോക്സഭ പാസ്സാക്കുന്നു, എന്തായിട്ട് മാറുന്നു? പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? നിയമമായിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ. ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ ലെജിസ്ലേച്ചർ ഈസ് എന്താ? ലോ മേക്കിംഗ്. എന്താണ്? നിയമം നിർമ്മിക്കുക, ലോ മേക്കിംഗ്. ഇനി അടുത്ത, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ എങ്ങനെ വിവരിക്കുന്നു അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നു? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ്. കഴിഞ്ഞ സെക്രട്ടറി ചോദ്യമാണ് കേട്ടോ. 2013 സെക്രട്ടറി ചോദ്യമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ്. എന്താ ഇന്ത്യ എങ്ങനെ ചിത്രീകരിക്കുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളുടെ കൂട്ടം എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ ആണല്ലോ. അടുത്തത്, ദ സ്ട്രക്ചർ ഓഫ്, ഇത് 2010 ഡിവിഷണൽ അക്കൗണ്ട് ചോദ്യമാണ്. ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഘടന എന്താണ്? ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ IC എന്നിട്ടേക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആട്ടോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ എഴുതുന്ന കേട്ടോ, എളുപ്പം ഇങ്ങനെ IC കിട്ടുപോയെന്നേ കേട്ടോ. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പം സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഘടന എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? ഫെഡറൽ ഇൻ ഫോം and unitary in spirit.
അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ഘടന സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഫെഡറൽ ഇൻ ഫോം ആൻഡ് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. അതായത് ഇന്ത്യ എങ്ങനെയാണ്? ഫെഡറൽ ഫോമിലാണ്, അതായത് സംസ്ഥാനം കേന്ദ്രം അങ്ങനെ രണ്ട് തരത്തിലായിട്ട് ഫെഡറൽ സംവിധാനത്തിലാണ്. എന്നാൽ ഇതെന്താണ്? ആത്മാവിൽ എന്നാണ്, അതാണ് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഫെഡറൽ ഇൻ ഫോം ആൻഡ് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഫെഡറൽ മീൻസ് രണ്ട് തരത്തിലായിട്ട്, അതായത് സംസ്ഥാനവും കേന്ദ്രവും. എന്നാൽ ഇതെന്താണ്? ഇത് ഒന്നാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ഇന്ത്യ ആസ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ എങ്ങനെ നിർവചിച്ചിരിക്കുന്നു? ഇന്ത്യ എങ്ങനെ നിർവചിച്ചിരിക്കുന്നു, ഡിഫൈൻ ചെയ്തിരിക്കുന്നു? എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു? എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കോസി ഫെഡറൽ. മലയാളത്തിൽ പറഞ്ഞാൽ അർദ്ധ ഫെഡറൽ. ഓക്കെ. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയെ എങ്ങനെ നിർവചിച്ചിരിക്കുന്നത്, എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? കോസി ഫെഡറൽ. എന്താണ് കോസി ഫെഡറൽ? അർദ്ധ ഫെഡറൽ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഫെഡറൽ സംവിധാനമല്ല, പൂർണ്ണമായിട്ടും ഫെഡറൽ സ്വഭാവമല്ല, എന്നാൽ എന്താണ്? ഏകീകൃതവും അല്ല. അതായത് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അധികാരമില്ല, സംസ്ഥാനങ്ങൾക്ക് മേൽ എന്തുണ്ട്? കേന്ദ്രത്തിനൊരു കൺട്രോൾ ഉണ്ട്, കേന്ദ്രത്തിനൊരു പവർ ഉണ്ട്. അതാണ് ഏത്? ഈ അർദ്ധ ഫെഡറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ഇന്ത്യ ആസ് കോസി ഫെഡറൽ, അർദ്ധ ഫെഡറൽ നിർവഹിച്ചിരിക്കുന്നു. ഓക്കെ ഉണ്ടോ? അപ്പം നമുക്കൊന്ന് നോക്കാം പ്രത്യേകതകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ. നമ്മൾ ആദ്യമേ 2 പോയിന്റ് ചെയ്താൽ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലാർജസ്റ്റ് ഡെമോക്രസി. പിന്നെ പറഞ്ഞു ദ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് അഡോപ്റ്റഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഏതുതരം ഗവൺമെന്റ് സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. അടുത്ത ദ ലെജിസ്ലേഷൻ ഓഫ് ഇന്ത്യ ഈസ് കാൾഡ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ ലെജിസ്ലേഷൻ. നിയമനിർമ്മാണ സഭയുടെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? പ്രധാന ഡ്യൂട്ടി എന്താണ്? ലോ മേക്കിംഗ്, നിയമം നിർമ്മിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയെ എങ്ങനെ വിവരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ചിത്രീകരിച്ചിരിക്കുന്നു? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. എന്താണ്? സംസ്ഥാനങ്ങളുടെ കൂട്ടം, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ ഉണ്ടോ? ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഘടന എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ഫെഡറൽ ഇൻ ഫോം ആൻഡ് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഓക്കെ ആണല്ലോ. ഫോം ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഫെഡറൽ രീതിയിലാണ്, അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രവും രണ്ട് തട്ടിലായിട്ടുള്ള ഫെഡറൽ രീതിയിലാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിലും എന്താണ്? ഇത് ഒന്നാണ്, യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഓക്കെ ആണല്ലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ഇന്ത്യ ആസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയെ എങ്ങനെ നിർവചിച്ചിരിക്കുന്നു, ഡിഫൈൻ ചെയ്തിരിക്കുന്നു? എങ്ങനെ? കോസി ഫെഡറൽ, അർദ്ധ ഫെഡറൽ. കോസി ഫെഡറൽ നിന്ന് നിർവചിച്ചിരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെ പഠിച്ചു നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പം നമുക്ക് എന്തൊക്കെ പഠിച്ചു നമുക്ക് നോക്കാം. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പഠിച്ചു. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിത, ഫണ്ടമെന്റൽ ലോ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ആ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന എന്ന പദം ഉരുത്തിരിഞ്ഞത് ലാറ്റിൻ വേർഡ് എന്നാണ്. ഭരണഘടന എന്നല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉരുത്തിരിഞ്ഞത് ലാറ്റിൻ വേർഡായ കോൺസ്റ്റിറ്റ്യൂവർ എന്നാണ്. വിച്ച് മീൻസ് ടു എസ്റ്റാബ്ലിഷ്. ദ ടേം കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കോൺസ്റ്റിറ്റ്യൂവർ, വിച്ച് മീൻസ് ടു എസ്റ്റാബ്ലിഷ്. ഭരണഘടന 2 തരം ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയാ? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും. എഴുതപ്പെട്ട ഭരണഘടനയും എഴുതപ്പെടാത്ത ഭരണഘടനയും. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. ഏതൊക്കെയാ? ഇന്ത്യ, USA, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ പറഞ്ഞു. ഏതൊക്കെയാ? കാനഡ, ബ്രിട്ടൻ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ കുറെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിച്ചു. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന എഴുതപ്പെട്ട ഭരണഘടന, ഓൾഡസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? USA. അതോടൊപ്പം തന്നെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യമാണ്? USA ആണ്. അപ്പം ഓൾഡസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ USA. ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ. ലാർജസ്റ്റ് ഡെമോക്രസി ഇന്ത്യ. അപ്പം ലാർജസ്റ്റ് ഡെമോക്രസി ആൻഡ് ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ. ലോകത്തിൽ തന്നെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം, ഫസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്, ഗ്രീസ്. അതുകൊണ്ട് ഗ്രീസ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ക്രാഡിൽ ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിലെന്ന് വിളിക്കുന്നു. ദ ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി, പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം, അതായത് ഡയറക്റ്റ് ഡെമോക്രസി, ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി സ്വിറ്റ്സർലൻഡിലാണ്. അതായത് അവിടെ പോളിസീസും നിയമങ്ങളും നിർമ്മിക്കുന്ന ജനങ്ങൾ നേരിട്ടാണ്. ഓക്കെ ആണല്ലോ. പിന്നെ പറഞ്ഞു മദർ ഓഫ് പാർലമെന്റ്, പാർലമെന്റുകളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ബ്രിട്ടൻ ആണ്. അടുത്ത ബൈബിൾ ഓഫ് മോഡേൺ ഡെമോക്രസി എന്നറിയപ്പെടുന്ന ഏത് ബുക്കാണ്? സോഷ്യൽ കോൺട്രാക്ട് ആണ്. സോഷ്യൽ കോൺട്രാക്ട് എന്ന ബുക്ക് എഴുതിയതാരാണ്? റൂസോയാണ്. സോഷ്യൽ കോൺട്രാക്ട് എന്ന ബുക്ക് എഴുതിയത് റൂസോയാണ്. ഇനി അടുത്ത് ഫസ്റ്റ് ലോ മേക്കർ ഇൻ ദ വേൾഡ്, ലോകത്തിൽ ആദ്യമായിട്ട് നിയമം നിർമ്മിച്ച വ്യക്തി, ഫസ്റ്റ് ലോ മേക്കർ ഇൻ ദ വേൾഡ് ആരാണ്? ഹമ്മുറാബിയാണ്. ഹമ്മുറാബി നിയമിച്ച നിയമമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹമ്മുറാബി കോഡ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഫസ്റ്റ് ലോ മേക്കർ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ആരാണ്? അത്
മനുവാണ്, മനുസ്മൃതി. മോഡേൺ മനു എന്നറിയപ്പെടുന്നതാണ് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഫ്യൂച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത എന്താണെന്ന്. ഓക്കെ, നമ്മൾ 2 പോയിന്റ് പറഞ്ഞു ഏതൊക്കെയാ, ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലാർജസ്റ്റ് ഡെമോക്രസി. പിന്നെ പറഞ്ഞു നമ്മൾ കുറേ 6 പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞു ഏതൊക്കെയാ, ദ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് അഡോപ്റ്റഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന ഏതുതരം ഗവൺമെന്റാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഏതൊരു ഗവൺമെന്റ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. അടുത്തത് ലെജിസ്ലേഷൻ ഓഫ് ഇന്ത്യ ഇസ് കാൾഡ്, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയെ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഏത് പേരിലാണ്, പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ ലെജിസ്ലേഷൻ, നമ്മുടെ നിയമനിർമ്മാണ സഭയുടെ പ്രൈമറി ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ലോ മേക്കിംഗ്, നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുക, എങ്ങനെ ചിത്രീകരിച്ചെന്ന് വെച്ചാൽ എങ്ങനെയാണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ കൂട്ടം എന്നാണ്. ദ സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഘടന എന്താണ് എന്ന് വെച്ചാൽ എന്താണ്, ഫെഡറൽ ഇൻ ഫോം ആൻഡ് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്, ഫെഡറൽ ഇൻ ഫോം ആൻഡ് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ഇന്ത്യ ആസ്, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, ഇന്ത്യ എങ്ങനെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, കോസി ഫെഡറൽ, അടുത്ത ഫെഡറൽ എന്ന് എന്ത് ചെയ്തിരിക്കുന്നു, നിർവചിച്ചിരിക്കുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ തുടർച്ച എന്നോണം അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ നോട്ട് എഴുതി എന്ത് ചെയ്യുക, പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ഡൗട്ടുകളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.